കഫീലിന് കീഴിൽ മരുഭൂമിയിൽ ആടുജീവിതം നയിച്ച നജീബിന്റെ കഥ നമ്മയൊക്കെ വേദനിപ്പിച്ചതാണ്, കണ്ണു നനയിച്ചതാണ്. ഇനി പറയാൻ പോകുന്നത് പോസിറ്റീവായ അപൂർവമായ ഒരു സ്നേഹബന്ധത്തിന്റെ കഥയാണ്. 13 വർഷം മുൻപ് ജോലി അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങിയ മലയാളിയായ ജോലിക്കാരന് ഇന്നും മുടങ്ങാതെ പണം അയച്ചുകൊണ്ടിരിക്കുന്ന ഒമാനിയായ അർബാബിനെക്കുറിച്ച്, തൊഴിലുടമയെക്കുറിച്ച്, 27 വർഷം ഉണ്ടായിരുന്ന ജോലി സമയത്തെ അതേ ആത്മബന്ധം ഇന്നും തുടരുന്നതിനെക്കുറിച്ച്. ലോകമെന്തെന്ന് തിരിയാത്ത, ഭാഷയറിയാത്ത പ്രായത്തിൽ 25 വയസ്സിലാണ് കരുണാകരൻ ഒമാനിലെത്തുന്നത്. 1985 ഒമാനി പൗരന്റെ വീട്ടിൽ 55 ഒമാനി റിയാലായിരുന്നു അന്ന് ശമ്പളം. പിന്നെ അത് 70ആയി. അങ്ങനെ ഇരിക്കെ ഒരു മാസം തന്റെ ശമ്പളമായ 70 റിയാൽ ഇട്ടു നൽകിയ കവറിൽ 70-ന് പകരം 210 റിയാൽ കണ്ട കരുണാകരൻ അതേ വേഗത്തിൽ അറബിയുടെ അടുക്കൽ തിരികെ എത്തി. ബാക്കി പണം കയ്യോടെ തിരികെ ഏൽപ്പിച്ചു. പിന്നീട് അങ്ങോട്ട് കരുണാകരൻ മറ്റു ജീവനക്കാരുടെ കൂടി ശമ്പളം കൈകാര്യം ചെയ്യുന്ന വിശ്വസ്തനായി മാറി. ഞാൻ നോക്കും 210 റിയാൽ, ഇതെന്താ ഇങ്ങനെ വന്നത്? അപ്പോൾ ഞാൻ സാറിനോട്, സാറ് നിങ്ങൾ എനിക്ക് 210 റിയാൽ തന്നത്. ഓ ബൈ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞ ഇയാൾ ആ കവർ മേടിക്കുന്നത് എനിക്ക് 70 റിയാൽ എടുത്ത് തരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു ഇത് അന്നെന്ന് പറഞ്ഞാൽ 210 റിയാൽ 3 മാസം ശമ്പളമായി ഇല്ലേ, എനിക്ക് വേണമെങ്കിൽ ഒളിപ്പിച്ച് വെക്കാം. അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. ആ ഒരു വിശ്വാസം തന്നെയാണ്. എല്ലാ ഇവർക്ക് കൊടുക്കുന്ന ശമ്പളം എൻ്റെ കയ്യിൽ കൊടുത്തുതരിക. ഓരോ കവർ ഇട്ടിട്ട് ഓരോരാൾക്ക് ഞാനാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എത്രത്തോളം എത്തിയത് ഞാൻ ഇവർക്ക് അയാളല്ലേ കൊടുക്കേണ്ടത്. ഇത് മേഡത്തിന് കൊടുക്കണം, ഇത് ഇന്നാ കൊടുക്കണം, ഇത് ഇന്നാ കൊടുക്കണം എന്ന് പറഞ്ഞ് ഒരു 5-6-5-8 കവറുണ്ടാവും. 1 ഉറുപ്പ്യ തരുന്നുണ്ടെങ്കിൽ ഇനി 50 പൈസ ബാക്കിയാണ് ഞാനൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനത്തെ തരത്തിലാണ് ചെയ്തത്. അത്ര വിശ്വാസമായിരുന്നു. സാലിം അബ്ദുള്ള സാലിം അൽ ഹർമി, ഇദ്ദേഹമാണ് ആ ഒമാനി പൗരൻ. ആരോഗ്യ മന്ത്രാലയത്തിലെ ജനറൽ ഡയറക്ടറായി വിരമിച്ചു. 27 വർഷത്തെ സേവനത്തിന് ശേഷം ഒരു ദിവസം തനിക്ക് നാട്ടിലേക്ക് മടങ്ങണമെന്ന് കരുണാകരൻ തൊഴിലുടമയെ അറിയിച്ചു. നാട്ടിൽ പോയാൽ കരുണാകരൻ എങ്ങനെ ജീവിക്കുമെന്നതായിരുന്നു ഒമാനി കുടുംബം ആദ്യം ചിന്തിച്ചത്. കരുണാകരന്റെ മടക്കം ആദ്യം ഉൾക്കൊള്ളാനായില്ല. Excuse me, I can't continue. Now I have blood pressure, I have diabetic, and now 2 daughters. He has 2 daughters. ഒരു മീറ്റിംഗ് കൂടി, ഭാര്യ മക്കളെല്ലാം കൂടെ അവർ എന്നിട്ട് എന്തെങ്കിലും ഒരു ചെയ്യാൻ, ഒരു ബിസിനസ്സോ കാര്യം എന്തെങ്കിലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് അവർ ഒരു പൈസ എനിക്ക് തന്നിട്ടുണ്ട്. എയർപോർട്ടിൽ സാധാരണ നമ്മൾ ക്യാൻസൽ അടിച്ച് പോകുമ്പം ഇയാളെ PRO അല്ല ഡ്രൈവറാന്ന് കൊണ്ടുവിടുക. എന്നെ ഇയാളും ഈ 22 വയസ്സിലെ മുഹമ്മദ് എന്ന് പറഞ്ഞ ഈ സാറിൻ്റെ മകനും കൂടിയാണ് എന്നെ എയർപോർട്ട് കൊണ്ടുവിടുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഈ ജഡ്ജി അവർ ചോദിക്കും, എനിക്ക് എത്ര പൈസ തരാനുണ്ട്, ഇയാൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടോയെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് തരാനോ, ഞാൻ അയക്ക് കൊടുക്കാനുണ്ടാവില്ലെന്ന് പറഞ്ഞു. ക്യാൻസൽ അടിച്ച് ഉള്ളിൽ പോയി. അപ്പോൾ അവിടെ ഗ്ലാസ്സാണ്, നമുക്ക് ഉള്ളിൽ അങ്ങനെ കാണാൻ പറ്റില്ല. അപ്പോൾ ഇയാളുണ്ടല്ലോ ശരിക്ക് കണ്ണിന്ന് ഇയാൾ ഒരു അറബിക്കാരിയെന്ന് ഞാൻ കണ്ടില്ല ജീവിതത്തിൽ. കണ്ണിന്ന് അങ്ങനെ വെള്ളം വന്നുണ്ട്. എയർപോർട്ടിൽ കൊണ്ടുവിടുന്നതിനൊപ്പം നാട്ടിൽ സ്വന്തമായി എന്തെങ്കിലും ചെയ്യാൻ ഒരു തുകയും നൽകിയാണ് കരുണാകരനെ കുടുംബം യാത്രയാക്കിയത്. ജീവിത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കാരണം 27 കൊല്ലം ജോലി ചെയ്ത ഇടം വിട്ടു പോകുമ്പോൾ തൻ്റെ വരുമാനം നിന്നുപോകുമല്ലോ എന്ന ആധി കരുണാകരനും ഉണ്ടായിരുന്നു. ഇത് പങ്കുവെക്കുകയും ചെയ്തു. ഇത് പറഞ്ഞിട്ട് അടുത്ത മാസം മുതൽ 4000, 5000 എന്ന് പറഞ്ഞിട്ട് ഇയാൾ അയച്ചുകൊണ്ടേ നിന്നു. അത് 10,000 വരെ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ തന്നു. ഈ 17 വർഷം അയാൾ എന്നെ ഓർമ്മിക്കണമെന്നില്ല. ഇനിയിപ്പം അയാൾ എന്നെ ഓർത്താൽ എന്താ, ഞാൻ അയാളെ ഓർത്താൽ ഒന്നുമില്ലല്ലോ. നമ്മളെ കാരണം ഇനി ഒരിക്കലും അങ്ങോട്ടും തിരിച്ച് കാണാൻ പോകുന്നില്ല. ഇനി എന്നോട് സംസാരിച്ചാലും വേണ്ടില്ല, ഇനി അയാൾ എന്നോട് സംസാരിച്ചാലും അയാൾ മൈൻഡ് ചെയ്യാൻ വേണ്ട, ഞാനും മൈൻഡ് ചെയ്യണ്ട. അങ്ങനെയല്ല, അതൊരു ബന്ധമാണ്. ഇത് ഒരിക്കലും ഒരു ലോകത്ത് എവിടെയും ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. ഇതൊരു മഹാത്ഭുതം തന്നെയാണ്. പതിമൂന്ന് വർഷമായി ഇപ്പോൾ നാട്ടിലാണ്. നാട്ടിലെത്തി ഈ വർഷം അത്രയും കരുണാകരന് സാലിം അബ്ദുള്ള മറന്നിട്ടില്ല. ഓരോ മാസവും നിശ്ചിത തുക കരുണാകരന് വേണ്ടി അയക്കും, മക്കളുടെ വിവാഹത്തിനുൾപ്പെടെ. അതുമാത്രമല്ല, കരുണാകരന് എന്ത് വിഷമവും പറയാനും പങ്കുവെക്കാനുമുള്ള ആൾ കൂടിയാണ് ഈ പഴയ തൊഴിലുടമ. നമുക്കൊരു സഹോദര ബന്ധം ഉണ്ടാവില്ല, ജ്യേഷ്ഠ സഹോദരൻ, വല്ല അച്ഛൻ, ആ ഒരു ബന്ധം ഞങ്ങൾ അയാളില്ലായിരുന്നു.
അപൂർവമായ ഈ തൊഴിലുടമ ബന്ധത്തെക്കുറിച്ച് സംസാരിച്ച സാലിം അബ്ദുള്ള സാലിം അൽ ഹർമി മൊത്തത്തിൽ മലയാളികളോടുള്ള സ്നേഹത്തെക്കുറിച്ചാണ് ആദ്യം പറഞ്ഞത്. പിന്നെ കരുണാകരൻ എന്ന തൻ്റെയും കുടുംബത്തിൻ്റെയും പ്രിയങ്കരനായ പഴയ ജോലിക്കാരനെക്കുറിച്ചും. Most of our nurses from Kerala, and I see them, they are very good, hard worker, they are polite, yani they are not making any problem for us when I was in Ministry of Health. My family also, they respect him. Yani not like others. If you tell him something, he will be angry or he all the time smiling. He is a very good person. So that is why I like him, my family like him. The children also there. അയക്കുന്ന പണത്തിൽ നിന്ന് കരുണാകരന് വായ്പ കൂടി തീർക്കാനുണ്ടെന്ന് കണ്ടറിഞ്ഞതോടെ ഇതുകൂടി ചേർത്ത് പണം അയച്ചാണ് കരുണാകരനെ കുടുംബം ചേർത്ത് പിടിച്ചത്. To solve this problem, send money for these people. Khalas, we return you back with 10,000. I said, okay, sir. Now we are sending for him 15,000. This is the story of Mundaya. മുന്തയ എന്നാണ് കരുണാകരനെ ഒമാനി കുടുംബം വിളിച്ചിരുന്നത്. അതിലൊരു രസകരമായ കഥയുമുണ്ട്. അതെന്ന് പറഞ്ഞാൽ മുണ്ടയാട്ട് വീട്ടിൽ കരുണാകരനാണ് ഞാൻ, MV കരുണാകരൻ. അപ്പോൾ ഇവർക്ക് MV കരുണാകരൻ എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് വായിക്കാനൊന്നും കഴിയില്ല. ഇത് മുണ്ടയാട്ട് വീട്ടിൽ കരുണാകരനാണ് വരുന്നത്. അതുകൊണ്ടാണ് ഈ മുന്തയ എന്ന് പറഞ്ഞത്. മുന്തയ എന്ന് വിളിക്കുമ്പോൾ ഞാൻ കേൾക്കാതെ പോലെ നിൽക്കും. അപ്പോൾ അയാൾ പറഞ്ഞു ഇവനും ചെവി വെക്കില്ലേ. പിന്നെയാണ് അറിയുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, അപ്പോൾ ഇയാൾ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇത് പറഞ്ഞു, ഇതാ മുന്തയാട്ട് വീട്ടിൽ കരുണാകരൻ, നമുക്കറിയുന്നതിൻ്റെ പേര് ഫുള്ള് മുന്തയ. ഒരിക്കൽ കൂടി പഴയ തൊഴിലിടം കാണണമെന്ന ആഗ്രഹം കരുണാകരനുണ്ട്. മനോഹരമായ കേരളം കാണണമെന്ന് സാലിം അബ്ദുള്ളയ്ക്കും. വലതുകൈ നൽകുന്നത് ഇടതുകൈ അറിയരുതെന്നാണ് ഇദ്ദേഹത്തിൻ്റെ പോളിസി. മനുഷ്യർക്കിടയിലെ ബന്ധങ്ങളിൽ മതങ്ങളോ മറ്റോ തടസ്സമാകരുതെന്നും. GCC രാജ്യങ്ങളിൽ വെച്ച് മൂല്യമേറിയ കറൻസികളിൽ ഒന്നാണ് ഒമാൻ്റേത്. ഈ രണ്ട് മനുഷ്യരുടെ കാര്യത്തിൽ അത് കറൻസി മാത്രമല്ല, ബന്ധങ്ങളിൽ കൂടി ആ മൂല്യമുണ്ട്. എല്ലാവരും നല്ല കാര്യം തന്നെ ഇതുവരെയും ചെയ്തു തന്നിട്ടുള്ളത്. അതിനെല്ലാം ഒരുപാട് നന്ദി പറയാം. ഞാൻ പറഞ്ഞു ഇതൊരു സ്വപ്നം മാത്രമാണ് എൻ്റെ, വേറെ ഒരു ആഗ്രഹമുണ്ട്, അത്ര തന്നെ, വേറൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. But unfortunately, till now, I am not visit Kerala. You would like to visit Kerala? Wallahi, I have desire to visit. What I heard about Kerala, inshallah, one day I will visit.